സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ. നർമ്മദ, ബി. കൃഷ്ണ, സി. സത്ലജ്, ഡി. മഹാനദി. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം എ. നർമ്മദ. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദയിൽ. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എ. ഒഡീഷ, ബി. ജാർഖണ്ഡ്, സി. മധ്യപ്രദേശ്, ഡി. ഛത്തീസ്ഗഡ്. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഡി. ഛത്തീസ്ഗഡ്. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? എ. ഹാൽദിയ അലഹബാദ്, ബി. സാദിയ ധൂബ്രി, സി. കോട്ടപ്പുറം കൊല്ലം, ഡി. കൊല്ലം കോട്ടപ്പുറം. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ബി. സാദിയ ധൂബ്രി. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ ധൂബ്രി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? എ. ഹൈദരാബാദ്, ബി. പൂനെ, സി. ബാംഗ്ലൂർ, ഡി. തിരുവനന്തപുരം. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം എ. ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം എ. ഹൈദരാബാദ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? എ. തമിഴ്നാട്, ബി. ഉത്തർപ്രദേശ്, സി. മഹാരാഷ്ട്ര, ഡി. രാജസ്ഥാൻ. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ബി. ഉത്തർപ്രദേശ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നമ്മുടെ ദേശീയഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? എ. മറാത്തി, ബി. ഹിന്ദി, സി. ബംഗാളി, ഡി. ഗുജറാത്തി. നമ്മുടെ ദേശീയഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം സി. ബംഗാളി. നമ്മുടെ ദേശീയഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി ഭാഷയിലാണ് നമ്മുടെ ദേശീയഗാനമായ ജനഗണമന രചിച്ചത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? എ. 2005, ബി. 2004, സി. 2006, ഡി. 1999. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം എ. 2005. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005.